ഹായ് ഡിയേഴ്സ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇത് ചെയ്യാനുണ്ടായ കാരണം നമ്മുടെ മുദ്രാലയം പ്രസ് ആൻഡ് ഓഫീസിൽ ഈ മെമെൻറ്റോസിൻ്റെയും അതേപോലെ ട്രോഫീസിൻ്റെ ഒക്കെ ഒരു വലിയ കളക്ഷൻ തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഇപ്പോൾ സമ്മറിലാണല്ലോ നമ്മളുടെ ഫുട്ബോൾ അതേപോലെ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്നത്. ഈ മാച്ചുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ട്രോഫി സെറ്റുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കൊച്ചു മക്കൾ വരെ ഇപ്പോൾ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് ആവശ്യമായ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ട്രോഫികൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനോഹരമായ വലിയ വലിയ ട്രോഫീസും അതും വളരെ മിതമായ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതോടൊപ്പം ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമുള്ളൊരു ന്യൂസ് കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മളുടെ ഈ സംരംഭം തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. 2015 നമ്മൾ ഈ ട്രോഫി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പ്രസ് ഇതിനേക്കാളും 25 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ ട്രോഫീസ് തുടങ്ങിയിട്ട് 2015 അന്ന് തൊട്ട് നമുക്ക് ഇന്നത്തെ ദിവസം വരെ നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് അത് കൊണ്ടുപോയത്. പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ട്രോഫീസ് ഇന്ന് 7 കടലും കടന്ന് അങ്ങോട്ട് പോവുകയാണ്. അതായത് 7ാം കടലിനക്കരെ US-ലേക്ക്. അവിടെ ഒരു ടൂർണമെൻറ്റിന് ആവശ്യമായ എല്ലാ ട്രോഫീസും നമ്മളുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പെൺകുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം അവർ ചെയ്യുന്ന വർക്കിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണല്ലോ അവർക്കും. അപ്പോൾ അവരും വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ അത് ഒക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഗോൾഡൻ ഷീറ്റിലൊക്കെ ഒട്ടിച്ച് അവർ തന്നെ വളരെ ഭംഗിയായിട്ടത് പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ പാക്ക് ചെയ്യാൻ നമ്മൾ വേറെ ആരെയും വിളിച്ചിട്ടില്ല. നമ്മൾ ലേഡീസ് തന്നെയാണ് ഇത് വളരെ ഭംഗിയായിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് തട്ടാതെയൊക്കെ പൊട്ടാതെ അങ്ങയുടെ ആവശ്യക്കാരൻ്റെ അടുത്തെത്തിക്കേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണല്ലോ. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ട്രോഫീസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഫൈബറിലായതുകൊണ്ട് വെയിറ്റ് കുറവാണ്. അപ്പോൾ അവർക്ക് റേറ്റും കുറഞ്ഞു കിട്ടും. നമ്മൾ പോസ്റ്റലായിട്ടാണ് അയക്കാൻ തീരുമാനിച്ചത്. മറ്റു കൊറിയർ സർവീസുകൾക്കൊക്കെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് പോസ്റ്റലായിട്ടാണ് നമ്മൾ അത് തീരുമാനിച്ചിരിക്കുന്നത്, സ്പീഡ് പോസ്റ്റ്. അപ്പം നമ്മുടെ പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്